എന്നോട് ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവരോടും വളരെ വിനയത്തോടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിന് നന്ദി, പക്ഷേ എനിക്കതിന് കഴിവോ എനിക്കതിന് മിടുക്കോ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഒരിക്കൽ കൂടെ CPM വന്നാൽ CPM നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും. ഒരു വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഭരണം മാറി മാറി വരണം. അങ്ങനെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനോ ജനപ്രതിനിധിയാകാനുള്ള കഴിവോ അതിൻ്റെ മിടുക്കോ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. നോൺ പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്നവർ ഈ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയും തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സ്പേസ്, ആ സ്പേസിലാണ് ഞാൻ. ഈ കൊടി ഇങ്ങനെയാണെന്ന്, കാവിയും വെള്ളയും പച്ചയും അല്ലെങ്കിൽ കുങ്കുമവും വെള്ളയും പച്ചയുമാണ്, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമാണെന്ന് അന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത നമ്മുടെ നോട്ടിലെല്ലാം ഉള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഇന്ത്യയുടെ അച്ഛനുമായ മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. പിണറായി വിജയൻ അവർകളോട് ബഹുമാനത്തോടെയുള്ള എതിർപ്പുള്ളത് കൊണ്ട് കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാരൻ കണ്ടാച്ചിരിക്കും. മറ്റേ CPM-കാരൻ കാണുകയാണെങ്കിൽ പ്രത്യയശാസ്ത്ര ബാധ്യതയും വെനിസ്വേലയിലെ പ്രശ്നങ്ങളും അന്താരാഷ്ട്ര എല്ലാ പ്രശ്നങ്ങളും വെച്ചാണ് അവൻ സംസാരിക്കുന്നത്. കേട്ടാൽ നമുക്കൊരു പേടി തോന്നും. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനോട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഈശ്വർ മത്സരിക്കുമോ? നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് രാഹുൽ ഈശ്വർ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഇന്നലെ ഈ പുരുഷ കമ്മീഷൻ ബില്ലിനെ കുറിച്ചും മറ്റും പറഞ്ഞു വന്നപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായി ഞാൻ പറയുകയുണ്ടായി, CPM മാറി നമ്മുടെ കോൺഗ്രസ് വരണം അല്ലെങ്കിൽ UDF വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൊതുവെ ഒരു മതസൗഹാർദ്ദ ലൈൻ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്നുള്ള മതസൗഹാർദ്ദ ലൈൻ പിടിക്കണം. എൻ്റെ കയ്യിൽ ഈ സാധനം അടക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി എന്നോട് ചോദിച്ചതിൻ്റെ ഭാഗമായി എന്നെ അങ്ങനെ ഒരു പാർട്ടിയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ ചില നേതാക്കളോ അവരുടെ ഫീലേഴ്സോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ മത്സരിക്കാനും മറ്റും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്ന കാര്യം സാന്ദർഭികവശാൽ പറഞ്ഞതാണ്, അല്ലാതെ മത്സരിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനോ ജനപ്രതിനിധിയാകാനുള്ള കഴിവോ അതിൻ്റെ മിടുക്കോ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. അത് ഞാൻ വിനയം കൊണ്ട് പറയുന്നതല്ല, അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. കാര്യം 2 പിള്ളേരുണ്ട്, ജോലിയുണ്ട്, ബാക്കി പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു MLA വളരെ ടൈം കൺസ്യൂമിംഗ് ആയ, കഴിവ് വേണ്ട, ഒരുപാട് പീപ്പിൾ കണക്ട് വേണ്ട ഒരു കാര്യമാണ്. ഞാൻ കുറേ കൂടെ ഒരു ആക്ടിവിസ്റ്റോ ഇൻഫ്ലുവൻസറോ പബ്ലിക് പോളിസി അനലിസ്റ്റോ ഒക്കെ ആയി സ്പേസിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ചില മീഡിയകളോ ഡിജിറ്റൽ മീഡിയകളോ എന്താ പറയണേ, ഐസിങ് ഓൺ ദി കേക്ക് ഇടുകയും അലങ്കാരങ്ങൾ ഇടുകയും ഞാൻ നിൽക്കാൻ താല്പര്യമുണ്ട്, മത്സരിക്കും അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു, സീറ്റ് വേണമെന്നൊക്കെ ആക്കിയതാണ്. അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും CPM-നോട് അനുകൂലിക്കുന്ന വ്യക്തിയല്ല. ഞാനൊരു ഇടതുപക്ഷത്തിന് ആശയപരമായി എതിർക്കുന്ന വ്യക്തിയാണ്. അവരോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല, ബഹുമാനമാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒരു ഹിന്ദു റൈറ്റ് അല്ലെങ്കിൽ സെൻറ്റർ റൈറ്റ് സ്പേസിൽ നിൽക്കുന്ന വ്യക്തിയാണ്. മതേതരവാദി അല്ല, മതസൗഹാർദ്ദവാദിയാണ്, സെക്കുലർ അല്ല, പ്ലൂറലാണ്. അങ്ങനെ ഒരു ഗാന്ധിയൻ സർദാർ പട്ടേൽ ലൈനിൽ നിൽക്കുന്ന വ്യക്തിയാണ്. കോൺഗ്രസിൽ തന്നെ ഈ ഗാന്ധിയൻ നെഹ്റു ലൈനിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. നേരെ തിരിച്ചൊരു ഗാന്ധിയൻ പട്ടേൽ ലൈനിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇത് പറഞ്ഞ വശാൽ പറഞ്ഞതാണ്. പക്ഷേ ഈ വാർത്തകളൊന്നും വന്നില്ല, ഇത് മാത്രമാണ് വന്നതെന്നുള്ളതാണ് സത്യം. 3 ഓപ്ഷനുകളൊക്കെ വെച്ച് എന്നാണ് പറയുന്നത്. ചെങ്ങന്നൂർ, സെൻട്രൽ ട്രാവൻകൂറിലെ ആൾക്കാർ ഇത് മാത്രം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നലെ വേറൊരാൾ ഈ തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അതായത് ഞാനിപ്പം കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യക്തിയുടെ താല്പര്യവും ഐഡിയോളജിയും മാത്രമല്ല സമുദായം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഉദാഹരണം, ഞാൻ സവർണ ഹിന്ദു സമൂഹത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ആ സവർണ ഹിന്ദു സ്പേസ് മാത്രമേ നമുക്കുണ്ടാവൂ. ഇപ്പോൾ ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് പറഞ്ഞ് ശശി തരൂരിനെ എറണാകുളത്തുകൊണ്ട് മത്സരിപ്പിക്കില്ലല്ലോ. അതിൽ എറണാകുളം ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യൻ വിഭാഗത്തിന് ഭൂരിപക്ഷം ഉള്ളതാണ്. അല്ലെങ്കിൽ കോട്ടയത്തിലെ പല പ്രദേശങ്ങൾ, അല്ലെങ്കിൽ മലപ്പുറം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൂടുതലുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ട്രാവൻകൂറാണ് കൂടുതൽ ഈ ഹിന്ദു നായർ അടക്കമുള്ള വിഭാഗങ്ങൾ. അത് തന്നെ കുറച്ച് വ്യത്യാസം അവിടെ ഇവിടെയുണ്ട്. കൊല്ലം, ഈഴവ അല്ലെങ്കിൽ ആലപ്പുഴ ഈഴവ, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ ചില ആൾക്കാർ അല്ലെങ്കിൽ ഇന്നലെ 1-2 പേര് വിളിച്ചാൽ സെൻട്രൽ ട്രാവൻകൂറോ ട്രിവാൻഡ്രം റീജിയൻസോ എന്തെങ്കിലും ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്നോട് ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവരോടും വളരെ വിനയത്തോടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിന് നന്ദി, പക്ഷേ എനിക്കതിന് കഴിവോ എനിക്കതിന് മിടുക്കോ
ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ, ദേവസ്വം ബോർഡ് പോലുള്ള കാര്യങ്ങൾ, യുവജന കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഞാൻ മുമ്പ് യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അത് രാഷ്ട്രീയ പോസ്റ്റൊന്നുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് യുവജന കമ്മീഷൻ എന്നൊരു കാര്യം കൊണ്ടുവന്നിരുന്നു. അതിൽ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഞാനാണ് ആ പേര് പോലും ഇടുന്നത്. ഇപ്പോഴും യൂത്ത് ഡിഫൻസ് ഫോഴ്സ് എന്ന് തന്നെയാണ് യുവജന കമ്മീഷനിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിൽ താല്പര്യമുണ്ട്. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാര്യം ഒരിക്കൽ കൂടെ CPM വന്നാൽ CPM-നെ നശിപ്പിക്കും, കേരളത്തെ നശിപ്പിക്കും. ഒരു വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ഉണ്ടാവും. ഭരണം മാറി മാറി വരണം. ഞാൻ അപ്പോൾ പറഞ്ഞപ്പോഴും ഞാൻ വീഡിയോയിലും ഒക്കെ പറഞ്ഞ സാധനമാണ്. എന്ന് പറഞ്ഞ് ഇനി കാലാകാലം കോൺഗ്രസ് ഭരിക്കണോ അല്ലെങ്കിൽ BJP ഭരിക്കണോ അല്ലെങ്കിൽ CPM ഭരിക്കണമെന്നല്ല. ഏത് പാർട്ടിയാണെങ്കിലും ഇരുമ്പിൽ തുരുമ്പെടുക്കുന്നത് പോലെ വീണ്ടും വീണ്ടും ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ഉദാഹരണം, ഡൽഹിയിൽ 3 തവണ കോൺഗ്രസ് ഭരിച്ചാണ് ഷീലാ ദീക്ഷിത്തിൻ്റെ. ഇപ്പം ഡൽഹിയിൽ പൂജ്യമാണ് കോൺഗ്രസ്. ആലോചിച്ച് നോക്കണം, ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ഇല്ല, പൂജ്യമാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിരന്തരം ഒരു പാർട്ടിയല്ല, മാറി മാറി വരണം. ചിലപ്പോൾ ഇടത് വരണം, ചിലപ്പം വലത് വരണം, ചിലപ്പം മധ്യം, സെൻറ്റർ വേണം. അപ്പം ഞാൻ സെൻറ്റർ റൈറ്റിലേക്ക് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഇതൊക്കെ ഇങ്ങനെ ആശയപരമായി പറഞ്ഞാൽ വലിയ ഫിലോസോഫിക്കലായ കാര്യമാണ്. ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു, തിരുവല്ലയിൽ എത്തി എന്നൊക്കെ ആൾക്കാർ വ്യാഖ്യാനിച്ചത്. പൊതുവെ കോൺഗ്രസിനോട് ഒരു ചായ്വുണ്ടോ? അല്ല, ശരിക്കുമേ ഈ കോൺഗ്രസ് റൈറ്റ് എന്നൊരു സ്പേസ് ഉണ്ടാവണം. അതായത് കോൺഗ്രസിൽ തന്നെ ഒരു വലത് ലീനിങ് ആയിട്ടുള്ള സ്പേസ്. ആൾക്കാരുടെ പേര് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇപ്പം VD സതീശൻജി കോൺഗ്രസിലെ ലിബറൽ സെക്കുലർ ലീനിങ് ലൈൻ എടുക്കുന്ന വ്യക്തിയാണ്. സമുദായ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം മതേതര രാഷ്ട്രീയമാണെന്നൊക്കെ മുമ്പോട്ട് വെക്കുന്നതാണ്. എന്നാൽ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ശശി തരൂറും ഒക്കെ എടുക്കുന്നത് മതസൗഹാർദ്ദ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ബഹുസ്വര രാഷ്ട്രീയമാണ്. രണ്ടും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ശ്രീ VD സതീശൻ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ VT ബൽറാം ഇവരൊക്കെ നെഹ്റൂവിയൻ മതേതര ലൈൻ ആണ് എടുക്കുന്നത്. ശശി തരൂർ, ശ്രീ രമേശ് ചെന്നിത്തലാജി ഇവരെല്ലാം എടുക്കുന്നത് കുറച്ചുകൂടെ റൈറ്റ് ലീനിങ് ആയ, ഞാൻ വിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നൊരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അല്ലെങ്കിൽ വൈ ആമേ ഹിന്ദു എഴുതുന്ന ആളാണ് ശശി തരൂർ. അപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം, എനിക്ക് VD സതീശൻജിയെ വലിയ ബഹുമാനമാണ്, എനിക്ക് കൂടുതൽ താല്പര്യം ഈ രമേശ് ചെന്നിത്തലാജിയുടെയും ശശി തരൂർജിയുടെയും ഒക്കെ ലൈനാണ്. എനിക്ക് KC വേണുഗോപാൽ സാറിൻ്റെ ലൈൻ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് അത് പറയാത്തത്. അപ്പം കാര്യം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ, അല്ലെങ്കിൽ തിരിച്ച് ഇന്ന് BJP-യിലുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കം എടുക്കുന്ന റൈറ്റ് നിന്നിട്ട് പോലും ഒരു സെക്കുലർ പ്ലൂറലിസ്റ്റിക് ലൈൻ. നമുക്ക് മുസ്ലിം വീടുകളിലേക്ക് പോകണം, നമുക്ക് ക്രിസ്ത്യൻ സമൂഹത്തെ ഒരുമിച്ച് നിർത്തണം. കൂടുള്ള എല്ലാവരും അദ്ദേഹത്തെ അതിക്രമിച്ചിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ഛത്തീസ്ഗഡിൽ പോയി കന്യാസ്ത്രീമാരെ കണ്ടു, അവരെ ഇറക്കി, അല്ലെങ്കിൽ ആ മദർ സുപ്പീരിയറിനെ സ്വന്തം കാറിൽ കൊണ്ടുപോയി. ഇത് നല്ല ലൈനാണ് കേട്ടോ, ഇതും ഇന്ത്യക്ക് ആവശ്യമുള്ള ലൈനാണ്. ഈ 2 ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനാണ് എനിക്കിഷ്ടം. ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ്. അപ്പം കോൺഗ്രസ് റൈറ്റ് സ്പേസ്, അല്ലെങ്കിൽ കോൺഗ്രസിലെ വലത് ലീനിങ് ആയിട്ടുള്ള സെക്കുലർ പ്ലൂറലിസ്റ്റിക് ഇൻക്ലൂസീവ് സ്പേസ് ആണ്. അതാണ് എൻ്റെ അടിസ്ഥാന നിലപാട്. ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അല്ലത് വന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരു ദിവസം രാവിലെ വന്ന് ഞാൻ മതേതരനാണ്, ഞാൻ കടുത്ത മതേതരവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അങ്ങനല്ല. ഞാനെന്നാൽ നേരെ മറിച്ച് അയ്യപ്പൻ്റെ ആംഗിളുള്ള സ്വാമി അയ്യപ്പൻ്റെ ലൈൻ എന്താ? അയ്യപ്പനും വേണം, വാവരും വേണം, വെളുത്തയും വേണം. അയ്യപ്പൻ ഹിന്ദുവാണ്, വാവര് മുസ്ലിമാണ്, വെളുത്ത ക്രിസ്ത്യാനിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണിച്ചു തന്ന ആൾക്കാർ ഉണ്ട്. ഇതിനെ തന്നെയാണ് വേറെ രീതിയിൽ മഹാത്മാഗാന്ധി, മൗലാന ആസാദ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് ലൈൻ എന്ന് വിളിക്കുന്നത്. മഹാത്മാഗാന്ധി ഹിന്ദുവാണ്, മൗലാന ആസാദ് മുസ്ലിമാണ്, ഖുറാൻ പണ്ഡിതനാണ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് ക്രിസ്ത്യൻ പള്ളിയിലച്ചനാണ്. എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഇതിനെയാണ് RSSനോട് താല്പര്യമുള്ളവർക്ക് അറിയാനാണ്. ഇതാണ് RSSനുള്ളിലെ മിതവാദികൾ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച്, മുസ്ലിം രാഷ്ട്രീയ മഞ്ച്. പലർക്കും അറിയാവുന്ന ഒരു വലിയ കൗതുകമാണ് കേട്ടോ. RSSനൊരു മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്ന സംഘടനയുണ്ട്. RSSന് ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച്, ഈസായി രാഷ്ട്രീയ മഞ്ച് എന്നാണ് പേര്. അങ്ങനെ ഒരു സംഘടനയുണ്ട്. പല RSSകാർക്കും അത് അറിയില്ല എന്നുള്ളത് മറ്റൊരു കൗതുകം. വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഈ ഒരു ലൈനാണ് എനിക്കിഷ്ടം. എൻ്റെ മനസ്സിലും പൊതുവെ ചിലപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലും ഉയർന്നു വരുന്നൊരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടം ഇനി മത്സരിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് പകരക്കാരനായി താങ്കൾ മത്സരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിലെ ഭയങ്കര ജനകീയ ബേസുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്റ്റുള്ള പ്രോപ്പർ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വ്യക്തിയാണ്. ഞാനൊന്നും അങ്ങനെയല്ല. ഞാനൊക്കെ ഒരു കൂടുതൽ മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള നോൺ പൊളിറ്റിക്കൽ ഒബ്സർവർ മാത്രമാണ്. അതായത് ഇപ്പോൾ ശശി തരൂർ സാറിൻ്റെ ലൈനിലൊക്കെ വരുന്നത്. ശശി തരൂർ സാർ അങ്ങനെ പ്രകടമായ രാഷ്ട്രീയത്തിൽ ഉള്ള ആളായിരുന്നില്ല, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ്, നമ്മുടെ ശ്രീലേഖ മാഡം അങ്ങനെയാണ്. അപ്പം പൊതുവേ BJPയും കോൺഗ്രസും ഒക്കെ, CPM ആണതിനൊരു കുറച്ചെങ്കിലും ഒരു വലിയ പരിധിവരെ ജോൺ ബ്രിട്ടാസ് സാറിൻ്റെയൊക്കെ സ്പേസ്. അതായത് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നോ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നോ, കോളേജ് രാഷ്ട്രീയത്തിൽ നിന്നോ ഫുൾ ടൈം രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം ഏതെങ്കിലും ഫീൽഡിൽ നിൽക്കുന്നവർ. ഇപ്പോൾ ഉദാഹരണം ജയശങ്കർജി, നമ്മുടെ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കർജി അടക്കമുള്ള, ശ്രീ ശശി തരൂർ സാർ അടക്കമുള്ള, ജോൺ ബ്രിട്ടാസ് സാർ അടക്കമുള്ള, ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ നോൺ പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്നവർ ഈ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയും തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സ്പേസ്. ആ സ്പേസിലാണ് ഞാൻ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രോപ്പർ രാഷ്ട്രീയ നേതാവാണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. ആ
ഇപ്പം ഞാനൊക്കെ കുറേ കൂടെ നിഷ്പക്ഷമായ നിലപാടെടുക്കാൻ പറ്റും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി നിൽക്കുന്നവർക്ക് പാർട്ടിയുടെ നിലപാട് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇപ്പം ശ്രീ ശശി തരൂർ മോദി സ്തുതി എന്നൊക്കെ പറഞ്ഞിടയ്ക്ക് ആൾക്കാർ വിമർശിക്കുമല്ലോ. കാര്യം ശശി തരൂർ കുറച്ചുകൂടി ഒരു ഫ്രീ സ്പേസ് നിൽക്കുന്ന ആളാണ്. അതായത് കോൺഗ്രസിൻ്റെ ലൈൻ അതേപോലെ പറഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത ഒരു ആളാണ്. അങ്ങനെയാണ്. കാര്യം അവർക്കൊക്കെ നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ആ ലൈനിലുള്ള ആളാണ്. പകരം നേരെ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ ജനപിന്തുണ, പീപ്പിൾ കണക്ട് അത് വളരെ കൂടുതലാണ്. പാലക്കാട് എനിക്കങ്ങനെ ബേസോ റൂട്ടോ ഇല്ല. പാലക്കാട് കോൺഗ്രസ് ജയിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിൻ്റെ ഒരു ബേസാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സവർണ ഹിന്ദു നായർ വിഭാഗത്തിൽപ്പെടുന്നൊരു വ്യക്തിയാണ്. രാഹുൽ അതിനെക്കുറിച്ച് ബോധവാൻ പോലും ആയിരിക്കില്ല ഒരു പക്ഷേ. അത് വേറെ. രാഹുൽ മറ്റേ നെഹ്റുവിയൻ ലൈനുള്ളതുകൊണ്ട് NSSൻ്റെ പരിപാടിക്ക് വന്ന സമാധിയിലൊക്കെ പോകുന്നുണ്ട്. ഷാഫി പറമ്പിലടക്കം. ഷാഫി പറമ്പിന് വലിയൊരു മതസൗഹാർദ്ദ ബേസ് ഉണ്ട്. അതോടൊപ്പം അവിടുത്തെ 30% മുസ്ലിം കമ്മ്യൂണിറ്റി ബേസ് ഉണ്ട്. ആ വോട്ടുകൾ രാഹുൽ മാങ്കൂർ തിരുവിതാംകൂർ നായരിലേക്ക് കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ എന്ന അവിടുത്തെ മുസ്ലിം മതസൗഹാർദ്ദവാദിക്ക് കഴിഞ്ഞത് ഷാഫിയുടെ മിടുക്കാണ്. ഇങ്ങനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രീയം. ഇന്ന് പലർക്കും അത് പറയാൻ നാണക്കേട് മടിയാണ്. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ മനോരമയ്ക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് എൻ്റെ രാഷ്ട്രീയം. ഇത് ഗാന്ധിജി എഴുതി വെച്ച രാഷ്ട്രീയമാണ്. ഈ കൊടി ഇങ്ങനെയാണെന്ന്, കാവിയും വെള്ളയും പച്ചയും അല്ലെങ്കിൽ കുങ്കുമവും വെള്ളയും പച്ചയുമാണ്, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമാണെന്ന് അന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്ത നമ്മുടെ നോട്ടിലെല്ലാം ഉള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ഇന്ത്യയുടെ അച്ഛനുമായ മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ഈ മഹാത്മാഗാന്ധി ഇങ്ങനെ ആക്കിയതിന് അങ്ങ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിലൊന്ന് ഇയാൾ, അതായത് ഗാന്ധിജി കാവി പതാക മാറ്റി ഈ ത്രിവർണ്ണ പതാക ആക്കി എന്നുള്ളതാണ്. അതായത് ഗോഡ്സെക്ക് കാവി പതാക മാത്രം വേണമായിരുന്നു. പക്ഷേ ഗാന്ധിജി പറഞ്ഞ് അങ്ങനെ പറ്റൂല, നമുക്കൊരു ബഹുസ്വരത വേണം. ഈ ലൈനാണ് എല്ലാവരും. ഈ ലൈനിലേക്ക് അടുക്കാനാണ് രാജീവ് ചന്ദ്രശേഖർജി നോക്കുന്നത്. മുസ്ലിം വോട്ടുകൾ മാസേ BJPക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ലോ മുസ്ലിം വീട് പോകുമെന്ന് പറയുന്നത്. പോയില്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അറ്റ്ലീസ്റ്റ് പോകുമെന്ന് പറയാനുള്ള മനസ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മുസ്ലിം വിരോധവും പാടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെ പ്രമുഖനായ വിദ്യാഭ്യാസ വിചക്ഷണൻ ഇപ്പം BJPയോടൊപ്പം ഉണ്ട്. അബ്ദുൽ സാറിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടു. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള ഒരുപാട് പ്രമുഖരായ ആൾക്കാർ, പണ്ടേ VC ആയിരുന്ന അബ്ദുൽ സലാം സാർ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അബ്ദുൽ സലാം സാർ അദ്ദേഹം ശബരിമലയിൽ ഇടയ്ക്ക് വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചു. അദ്ദേഹം ശബരിമല അയ്യപ്പൻ്റെ കടുത്ത ഭക്തനായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ വന്നത്. അയ്യപ്പനുണ്ട്, ഭാവരുണ്ട്, നമ്മളെല്ലാം ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ശബരിമല നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഭാവര് പള്ളിയിൽ പോയി തൊഴുതിട്ടാണ് ശബരിമല ഭാവര് നടയിൽ പോയി തൊഴുതിട്ടാണ്. ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. നല്ലതുമാണ് കേട്ടോ. ആ ലൈൻ തീർച്ചയായിട്ടും വേണം. നമ്മുടെ ശശികല ടീച്ചർ എടുക്കുന്ന ലൈൻ അല്ല. അതായത് ശശികല ടീച്ചർ എനിക്ക് വ്യക്തിപരമായ ബഹുമാനമാണ്. ഞാൻ അവരുടെ അമ്പലത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ശശികല ടീച്ചറിൻ്റെ ലൈനല്ല, രാജീവ് ചന്ദ്രശേഖർജി എടുക്കുന്ന ലൈനാണ് നല്ലത്. ഇത് തന്നെ കോൺഗ്രസ്സിൽ എടുക്കുന്ന ഒരു സ്പേസ്, കോൺഗ്രസ് റൈറ്റ് എന്ന് വിളിക്കുന്ന സ്പേസ്. അതിന് ഒരു വരിയിൽ കൂടെ കാരണം പറയാം. എന്താണെന്നറിയാമോ? ഇന്ന് കാണുന്ന എല്ലാ പാർട്ടികളുടെയും മാതാവ് കോൺഗ്രസ് ആണ്. ഇന്ന് കാണുന്ന BJPയുടെ CPMൻ്റെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഇന്ന് RSS സ്ഥാപിച്ച ഡോക്ടർ ജി അല്ലെങ്കിൽ പൂജനീയ സർസംഘചാലക് ഡോക്ടർ ഹെഡ്ഗേവാർജി കോൺഗ്രസ്സുകാരനായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ 1 വർഷം ജയിലിൽ കിടന്ന ആളാണ്. ഏത് സമയത്ത് ഖിലാഫത്ത് പ്രസ്ഥാന സമയകാലം 1921 റേഞ്ചിൽ EMS നമ്പൂതിരിപ്പാട് ആരായിരുന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റാണ്. AKG ആരായിരുന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്ന അർത്ഥം. അതുകൊണ്ടാണല്ലോ CPM നടത്തുന്ന പരിപാടിക്ക് പാർട്ടി കോൺഗ്രസ് എന്ന് പേരിടുന്നത്. CPM ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പരിപാടിക്ക് പാർട്ടി കോൺഗ്രസ് എന്ന പേര്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുമിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാക്കുന്നത്. അപ്പോൾ ആ കോൺഗ്രസ്സിലെ ഒരു റൈറ്റ് സ്പേസിലാണ് എൻ്റെ ചിന്താധാര. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്നാൽ കഴിയുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ CPMനോട് ആശയപരമായ എതിർപ്പുള്ളതുകൊണ്ട്, ശ്രീ പിണറായി വിജയൻ അവർകളോട് ബഹുമാനത്തോടെയുള്ള എതിർപ്പുള്ളത് കൊണ്ട് കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും കാണും. അതാണ് ഇടയ്ക്ക് ശ്രീ VD സതീശൻ പറഞ്ഞത്, നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുപോലെ പല നല്ല BJPക്കാരും അടുത്ത തവണ CPM വരാതിരിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഭയങ്കര കടുത്ത BJPക്കാർ മാത്രമേ CPM ജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്യൂ. അതായത് കോൺഗ്രസ് ഇല്ലാതായി തകർന്ന് ഞങ്ങൾ പ്രതിപക്ഷമായി 10 വർഷത്തിനുള്ളിൽ വരണമെന്നൊക്കെ സങ്കീർണമായി ആലോചിച്ച് വോട്ട് ചെയ്യുന്ന BJPക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സാധാരണ ഒരു BJPക്കാരൻ്റെ മനസ്സെന്തായിരിക്കും? നമ്മുടെ ശബരിമല പ്രക്ഷോഭം ഉണ്ടായപ്പോഴേ അവരടക്കം കോൺഗ്രസിനെ വോട്ട് ചെയ്തത്. NSS മത്സരിച്ച് കോൺഗ്രസിനെ വോട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ 19 സീറ്റ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ശക്തി കൊണ്ടൊന്നും അല്ലല്ലോ. മോശമായിട്ട് പറയല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലി പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു സത്യസന്ധമായ നിലപാട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടോ? അല്ല, സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അവരോട് ഇതേ മറുപടി പറഞ്ഞു. എന്നോട് ചോദിച്ചു ഇതേ പക്ഷേ ഞാൻ പറഞ്ഞു ക്യാമ്പയിനിങ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ തരാം. എന്നെ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് കോൺഗ്രസിൻ്റെ പരിപാടി വിളിച്ചു. ഞാനപ്പോൾ അവിടെ പോയി പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ. CPMകാർ
എന്താ പറയുക, നമ്മൾ CPM-കാർക്കല്ല വോട്ട് ചെയ്യുന്നത്. CPM-കാർ വോട്ട് ചോദിച്ച് നമ്മൾ കൊടുത്തില്ലെങ്കിൽ CPM-കാർ ഇങ്ങനെ നമ്മളെ നോക്കും, നീ നമ്മുടെ പാർട്ടി വിരുദ്ധനാണ്, നിനക്കൊരു പണി വരുന്നുണ്ട്. നമ്മുടെ BJP-യിലെ ചില സുഹൃത്തുക്കൾ, എല്ലാവരും അല്ല, കുമ്മനം അല്ല, സുരേഷ് ഗോപി ചേട്ടനല്ല, പക്ഷേ ചില ആൾക്കാർ അവർക്ക് വോട്ട് ചോദിച്ച് കൊടുത്തില്ലെങ്കിൽ നീ രാജ്യവിരോധിയാണ്, നീ ദേശവിരുദ്ധനാണ് എന്നൊക്കെ പറയും. കോൺഗ്രസ്സുകാരന് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത തവണ വീണ്ടും വന്ന് വോട്ട് ചോദിക്കും. അതായത് ഇത് കാരണമാണ് ഞാൻ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്നത്. ഇത് രമേശ് പിഷാരടി പറഞ്ഞൊരു കാര്യത്തിന് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാരൻ കണ്ടാ ചിരിക്കും. മറ്റേ CPM-കാരൻ കാണുകയാണെങ്കിൽ പ്രത്യയശാസ്ത്ര ബാധ്യതയും വെനിസ്വേലയിലെ പ്രശ്നങ്ങളും അന്താരാഷ്ട്ര എല്ലാ പ്രശ്നങ്ങളും വെച്ചാണ് അവൻ സംസാരിക്കുന്നത്. കേട്ടാൽ നമുക്കൊരു പേടി തോന്നും. കോൺഗ്രസ്സുകാരൻ ഇത്രയൊന്നും വായിക്കാത്തതുകൊണ്ടായിരിക്കും, എന്നിരുന്നാൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മളോട് ചിരിക്കും, സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു സ്പേസ് വേണമെന്നുള്ള ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിനോട് തിരുവല്ലയിലോ കൊട്ടാരക്കരയിലോ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ചോദിച്ചത്. എന്നാൽ അദ്ദേഹം നിലവിലിപ്പോൾ നമ്മളോട് ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് നിലവിലിപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.